അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ. എന്താണ്, സുഖമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ജലദോഷമുണ്ട് കേട്ടോ. പിന്നെ മദ്രസ പോയി വന്ന് മദ്രസയിൽ പതാക ഉയർത്തലായിരുന്നു. അപ്പോൾ അവർ സ്കൂളിൽ പോയേക്കുന്നു. വാപ്പച്ചി കൊണ്ടുപോയി. പിന്നെ 9:30-ക്കാണ് സ്കൂള്. കാരണം ഘോഷയാത്രയുണ്ട്, മദ്രസയിൽ നിന്ന് പായസമൊക്കെ ഉണ്ടെന്നൊക്കെ സാറ് പറയണ കേട്ട്. രക്ഷകർത്താക്കളും ചെല്ലാനാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് കൂടുതൽ നേരം ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടും ഈ ജലദോഷവും കാര്യമൊക്കെ ഉള്ളതുകൊണ്ടും പറ്റൂല. പിന്നെ പനിയെങ്ങാനും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയറി പിടിച്ചാൽ പിന്നെ അതും ലാസ്റ്റ് ഘട്ടത്തിൽ പാടായിരിക്കും. ആവിയൊക്കെ പിടിക്കുന്നുണ്ട്, ആവിയേ ഉള്ളൂ. പിന്നെ അത്രയ്ക്ക് തന്നെങ്കിൽ പാരസെറ്റാമോളിൻ്റെ ഗുളിക കഴിക്കണം. പിന്നെ എന്താണ്, നിങ്ങൾ ഒരുപാട് കമൻറ്റുകളും ഒക്കെ പറയുന്നുണ്ട്. അല്ലാ. പിന്നെ ഒരു വാക്ക്, റബീഉൽ അവ്വൽ മാസമാണ്, ഒരു വാക്കിനെ ബഹുമാനിക്കുക. വേശ്യ എന്നുള്ളൊരു വാക്ക്, വേശ്യ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തരം താഴ്ന്ന വാക്കുകളാണ്. അത് കുറേ കമൻറ്റ് ഇന്നലെ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ കണ്ടാൽ അറിയാം നിങ്ങൾക്ക്. ഞാൻ പുന്നോടെന്നല്ല, ഒരാളുടെയും മനസ്സ് തുറന്ന് സംസാരിച്ച് ചിരിച്ച് ഉള്ളൊരാളല്ല ഒരു പുരുഷന്മാരോട് പോലും. അതിനിപ്പോൾ പുന്നോടാവട്ടെ കെട്ടിടമുക്കാവട്ടെ ആരെങ്കിലും ഒരാൾ വന്ന് പറയണം നെജിൽ എങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എന്ന്, എങ്കിലും ഓക്കെയാണ്. സമൂഹത്തിൽ നമ്മളെ ജന്മം നൽകിയവർ തന്നെ വേശ്യ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഇതുവരെ ചിന്തിക്കാനേ പോയിട്ടില്ല. സാരമില്ല, പോട്ടെ. ദുനിയാവ് എനിക്ക് നരകമാണ്. അല്ലെങ്കിൽ ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്തും ഈ ലാസ്റ്റ് ഘട്ടത്തിലും, ഇപ്പം ഈ ലാസ്റ്റും ഫസ്റ്റും എനിക്ക് മറക്കാൻ പറ്റൂല. എല്ലാവരും എന്നെ ദ്രോഹിച്ച്, എൻ്റെ പൊടി മക്കൾ മാത്രം, എൻ്റെ മുത്തുമോനും മിച്ചുമോനും മാത്രം എന്നെ ദ്രോഹിച്ചിട്ടില്ല. എന്നെ ദ്രോഹിച്ചത് എൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന്, എൻ്റെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്നും. ഭർത്താവ് പിന്നെ അങ്ങേ ഇങ്ങോട്ടെങ്ങനെ ഇറങ്ങി പോയെന്നേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഭർത്താവ് പിന്നെ വേറെ ആരുടെ ഒന്നും പറയാനൊന്നും പോകില്ല. പക്ഷെ ഇത് വീട്ടുകാരാണെങ്കിൽ ഇന്നലെയും കൂടെ മെനിങ്ങാന്നും കൂടെ എനിക്ക് അവർ വന്ന് ഒരു പെണ്ണ് ബന്ധം തീർന്ന് നിൽക്കുമ്പോൾ പല ആലോചനകളും വരും അല്ലേ. അതിൽ നമുക്ക് സമ്മതമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നടത്താൻ പറ്റൂ. നിങ്ങൾ തന്നെ പറ അല്ലേ. എനിക്ക് അള്ളാഹു ഒരാൾ, ഒരു 5 വഖത്ത് നിസ്കരിക്കുന്ന ഒരാൾ ഇത്രയും കരുതിയാൽ മതി. ദീനിൽ അടിയുറച്ച് നിൽക്കുന്ന കുറച്ചൊക്കെ ഒരാൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി. എന്തെന്ന്, ജനിച്ച തൊട്ട് മരിക്കും കാലം വരെ എഴുതിയിട്ടാണ് ഇങ്ങോട്ട് വിടുന്നത്. ഞാൻ ആദ്യം ഒരു കുഞ്ഞിനെ ജന്മം നൽകി, മരണപ്പെട്ടു പോയി. അപ്പോഴെങ്കിലും ഒരു കുഞ്ഞിനെ കണ്ടിട്ട് അയാളെ മദ്യപാനം കുടിച്ചോണ്ട് തൊലാക്കി എല്ലിയതാണ്. അല്ലെങ്കിൽ ഇന്നും ജീവിച്ചേനെ. പക്ഷേ ബമ്പ അടിച്ചങ്ങ് ജീവിച്ചേനെ. ഒരുപാട് ഒത്തുതീർപ്പുകളും കാര്യങ്ങളും ഒക്കെ ആയി. പടച്ചോനറിയാലോ ഞാൻ എന്തിനു 4.5 വർഷം വാടകയ്ക്ക് കിടന്നത്. ആരാരും ഇല്ലായിരുന്നു റബ്ബിൻ്റെ കാവലല്ലാതെ. പടച്ചോനിക്കറിയാം. ഇന്ന് എന്നിലുള്ള വാശി എൻ്റെ മക്കളിൽ തീർക്കുകയാണ്. എന്നാലും എനിക്ക് പൊള്ളൂ. വേറെ എവിടെ തൊട്ടാലും എനിക്ക് പൊള്ളൂല. എന്ത് നഷ്ടം വന്നാലും ഞാൻ ഓക്കെയാണ്. നിങ്ങളെല്ലാവരും പറഞ്ഞില്ലേ സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് ഷാന ഉപേക്ഷിച്ചൂടെയെന്ന്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞെന്ന് വെച്ചോ, നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞെന്ന് വെച്ചോ, നാളെ ഈ വയറ്റിൽ നിന്ന് ഈ ഭൂമിയിലോട്ട് വരണ ഈ കുഞ്ഞ് ചോദിക്കും, നീ എൻ്റെ വാപ്പച്ചി അടിച്ചറ്റി കളഞ്ഞില്ലേ? ഞാൻ എന്ത് പറയും? അതുപോലെ അല്ല റഹീം ചെയ്തത്. റഹീം ഉള്ള മുതൽ മൊത്തം കൈകാര്യം ചെയ്തു. പിന്നെ എനിക്കൊരു ചെറിയൊരു സൊല്യൂഷൻ അന്ന് കണ്ടെത്താൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ ഈ 15 സെൻറ്റ് വസ്തു റഹീമായ കണക്ക് വിൽക്കാൻ നോക്കി. സനോഫർ പറഞ്ഞ് വിറ്റോണ്ടങ്ങ് ചെല്ലാനേ പറഞ്ഞോളൂ. റഹീമായ കണക്ക് വിറ്റ് അവിടെ നിൻ്റെ പേർക്ക് മേടിക്കാൻ വേണ്ടി വസ്തു വരാൻ നമ്മൾ ചടയങ്കര സ്കൂളിൻ്റെ ബേക്കിൽ പോയി നോക്കി. അപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഞാൻ പറഞ്ഞു ഇനി ഞാൻ വിൽക്കുന്നില്ല, എങ്കിൽ ഈ വസ്തു വലിയ അധീനപ്പെട്ടു പോയേനെ, എന്നൊരു വീട് പോലും ആവൂലായിരുന്നു. അപ്പം ഞാൻ എന്തിനാണെന്ന് പറഞ്ഞതെന്നറിയാം, മോൾക്ക് അന്ന് എനിക്കൊരു മോളല്ലേ ഉള്ളൂ, മോൾക്ക് അവിടെ കിടന്നോട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് ഭർത്താവ് എന്നെ കാട്ടി എൻ്റെ മകളാണ് എനിക്ക് വലുതെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ്
പിന്നെ വിളിക്കാറും കാണാറും ഒന്നുമില്ല. ഗർഭിണിയായിരുന്ന സമയത്തൊരു വാക്കുകൊണ്ടുപോലും എന്നെ വിളിക്കാറില്ലായിരുന്നു. ക്ലാസ്സിൻ്റെയൊക്കെ താഴോട്ടായിരുന്നു കട്ടിലിൽ നിന്ന് ചവിട്ടി തള്ളിയിട്ട്. സ്വർണ്ണം കൂടെ മൊത്തം നശിച്ച്, ചിലവിന് പൈസ തരൂല, പണയവും വെച്ച് കടവും മറിച്ച്, വാട്സപ്പ് ബ്ലോക്ക്, IMO ബ്ലോക്ക്, സൗദി അറേബ്യ ആയതുകൊണ്ട് IMO ആണ്. അപ്പം ഞാൻ കുടിച്ചോണ്ട് തൊലാക്ക് ചെല്ലിയതാണ്. കുടിച്ചോണ്ട് മദ്യപിച്ചുകൊണ്ട് രാവിലെ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കവേ വാട്സപ്പിലെ വോയിസ് കോൾ എടുത്ത് നോക്കിയപ്പോൾ 1, 2, 3 തൊലാക്ക് ചൊല്ലി അള്ളാഹുവിനെ സാക്ഷി നിർത്തി നിന്നെ ഞാൻ വിവാഹബന്ധം വേർപെടുത്തിയിരിക്കുന്നു. ഈ വോയിസ് ഞാൻ അപ്പം തന്നെ എല്ലാവരുടെ അടുത്തും കൈമാറി. തൊലാക്കായോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ തൊലാക്കായി. കുഞ്ഞോട് ജമാഅത്തിനെ കാണിച്ചപ്പോൾ തൊലാക്കായി. പിന്നെ എനിക്ക് ആരുടെയെങ്കിലും, അതായത് എനിക്ക് ആരെയും ഈ വോയിസ് കേൾപ്പിക്കാതെ മറച്ചു വയ്ക്കാം. പിന്നെ ഞാൻ ജീവിക്കുന്നതെന്നറിയാമോ? വേശ്യയായിട്ട് അവൻ്റെ കൂടെ ജീവിക്കുന്നത്. ഇപ്പം ഇവരിങ്ങനെ പറയുന്നുണ്ടല്ലോ, മോൾക്ക് ഭാര്യയും ഭർത്താവും തമ്മിൽ എവിടെ മുറിയണോളൂ, മോൾക്ക് വാപ്പ തന്നെയാണ്. പക്ഷെ ചെലവിന് തരാമായിരുന്നു. ഒരുപാട് തവണ ഞാൻ ചെലവിന് ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസമില്ല, ജോലിയില്ല, കൂലിയില്ല. ഇന്നിപ്പോൾ എനിക്ക് മോളാണോ വലുത്, ഭർത്താവാണോ വലുത് എന്ന് 2 ചോദ്യത്തിന് മുമ്പാ ഞാൻ പതറി നിൽക്കുകയാണ്. ഞാൻ ഈ ഗർഭിണിയല്ലായിരുന്നെങ്കിൽ, ഞാൻ റബീഉൽ അവ്വൽ 2 ഞാൻ പറയുന്നു, ഞാൻ ഉപേക്ഷിച്ചില്ല. ഗർഭിണിയല്ലായിരുന്നെങ്കിൽ എൻ്റെ ഉള്ളിലിഷ്ടം കാണും, പക്ഷേ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ഉപേക്ഷിച്ചില്ല. പക്ഷേ അങ്ങനെ അല്ല. എനിക്ക് മോളൂടെ ഞാൻ ദൂരം അവിടെ ചോദിച്ചു. മോൾക്ക് 1 വർഷം കൊണ്ട് നമ്മളെ ഈ കാര്യങ്ങൾ അറിയാം, മോള് സംസാരിക്കുന്നുണ്ട്, എല്ലാം ഇതാക്കുന്നുണ്ട്. അമ്മച്ചി എനിക്കിഷ്ടമല്ലാതെ. അവൾക്കൊരു വാപ്പായ കിട്ടിയപ്പോൾ ഞാൻ സന്തോഷിച്ച്. ഇന്നൊരു കാര്യം കൂടെ പറയണം. 3 കെട്ടി എൻ്റെ 3 മക്കളുള്ള എന്നെ ആര് വന്നെടുക്കാൻ? എന്തായാലും ഞാനൊരു അനാശാസ്യ പ്രവർത്തനത്തിന് പോയിട്ടില്ല. അത് എനിക്ക് ഉറപ്പുള്ള കാര്യം. അതിനൊന്നുമുള്ളൊരു രീതിയിലെ ജീവിതമൊന്നും അല്ലായിരുന്നു എൻ്റെ ജീവിതം. ഒരേ മക്കളെ പ്രസവിക്കുമ്പോഴും സുഖപ്രസവമായിരുന്നു, എല്ലാം നാരകിച്ച് ചീട്ട് വാങ്ങിയ പ്രസവമായിരുന്നു. ഇതെന്തായാലും ഞാൻ പ്രസവിച്ചോട്ടെ, കുഞ്ഞിനെ വളർത്തണം. ഇനി ആരും ഉപേക്ഷിച്ചിട്ട് പോയാലും, ആര് കളഞ്ഞിട്ട് പോയാലും ഞാൻ വളർത്തും. പിന്നെ ഈ നാട് വിട്ട് ഞാൻ പോവും. പ്രസവം കഴിഞ്ഞിട്ട് ഞാനും മക്കളും ഈ കൈ പോവും. കാരണം ആർക്കും എന്നെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ, എന്നിട്ട് പോലും എന്നെ ദ്രോഹിക്കണം. എൻ്റെ മക്കളുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ച് തന്നെയാണ് നടന്നത്. എന്തായാലും എന്നിലുള്ളതല്ല എൻ്റെ മക്കൾക്ക് തന്നെയാണ്. ഞാൻ ഇതിന്നൊന്നും ഒന്നും എടുത്തുകൊണ്ട് പോകണില്ല. എനിക്ക് തീരെ വയ്യ. ഈ ലാസ്റ്റ് ഘട്ടത്തിൽ പോലും എനിക്ക് അവനുണ്ട്, എനിക്ക് ഇവനുണ്ട്. ഒരു വാട്സപ്പ് മെസ്സേജ് ആർക്കെങ്കിലും അയച്ചിട്ടുണ്ടോ നിങ്ങളത് പറയണം. വീടിൻ്റെ ആവശ്യത്തിന് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയുള്ള മക്കളെ വിശേഷങ്ങൾ. സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ചില സമയങ്ങളിൽ ചുണ്ടുകൾ തമ്മിൽ കടിച്ചു പിടിക്കും. ആരോടും പറയാറില്ല. മക്കൾ മോൻ തന്നെ വന്നിട്ട് വെച്ച് കരഞ്ഞാന്ന് ചോദിക്കുമ്പോൾ ഇല്ലാന്നേ പറയുള്ളൂ. ആരോടും, റബ്ബിനോടല്ലാതെ. അപ്പം നിങ്ങൾ ഈ കമൻ്റ് എഴുതി പിടിപ്പിക്കുന്നത് എനിക്കൊരു പൊടിക്ക് നിൽക്കത്തില്ല, നടക്കാം, നിൽക്കത്തില്ല ഒരു സ്ഥലത്ത്. അല്ലാഹുവേ, 2 ഉയരാവുന്ന ഓരോരു കുഴപ്പം. ആ കുഞ്ഞിനൊന്ന് കാണണം. അള്ള ഊതിയ റൂഹാണ്. എത്രയോ പേർക്ക് മക്കളില്ല. അള്ളാഹു എനിക്ക് ഏകി അതിന് ആയുസോടുകൂടി തരട്ട്. ഈ മക്കൾക്കൊപ്പം സഹോദരനായിട്ട് വളരണം, പെങ്ങളായിട്ടല്ലെങ്കിൽ വളരണം. പിന്നെ നിങ്ങൾ ഒരുപാടൊന്നും നോവിക്കാൻ നിൽക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഒരാളെയും ആരും വേദനിപ്പിക്കരുത്. പിന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്തുള്ള ദുആക്ക് അള്ളാഹു ഇജാബത്തുള്ളതാണ്. ഗർഭിണികൾക്ക് ആ സമയത്തൊരു പുരുഷൻ തൊലാക്ക് ചൊല്ലിയാൽ പോലും തൊലാക്കാവില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അത്രയ്ക്ക് പവിത്രത ഉള്ള സമയമാണ്. 2 ജീവൻ. ഒരു പെണ്ണ്, നിങ്ങൾ തന്നെ ഒരു പൂച്ച മാസം തികഞ്ഞ് നിൽക്കുന്നത് കാണണം. എപ്പോഴും കിടക്കണേണത്. 2 മക്കളെ നോക്കണം, എല്ലാ കാര്യവും നോക്കണം. ഈ മനുഷ്യനും അസുഖങ്ങളുള്ളതാണ്, ഷുഗറുണ്ട്, ബാക്കി കാര്യമുണ്ട്.
ഇന്നലെ മെനിങ്ങാന്നൊക്കെ തീരെ വയ്യായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ കയറിയത്. അപ്പം ആരും പടച്ചോനെ ഓർത്തിട്ട് ഞാൻ പറയുന്നു, എന്നിലുള്ളതല്ല. എനിക്കിപ്പോൾ ഞാൻ ഒറ്റത്തടിയായിരുന്നെങ്കിൽ എല്ലാവർക്കും ഞാൻ എല്ലാം കൊടുത്തേനെ. എനിക്കങ്ങനെയല്ല. എൻ്റെ 3 മക്കൾക്ക് കരുതി വെച്ചാലേ പറ്റൂ. പിന്നെ എൻ്റെ മക്കൾ എന്തെങ്കിലും ഞാൻ കാത്തിരിക്കും, ഉമ്മയായിട്ട് അംഗീകരിക്കുന്ന ഒരു സമയം വരെയാണെങ്കിൽ. ഞാൻ ഒരിക്കലും ദ്രോഹിച്ചിട്ടില്ല, എനിക്കങ്ങനെ ദ്രോഹിക്കാൻ പറ്റില്ല. ഞാൻ ഒരു കട്ടുറുമ്പിനെ പോലും നോവിക്കില്ല. എന്നെ സമൂഹത്തിലൊരു വേശ്യയായിട്ട് മുദ്ര കുത്തി. ആർക്ക് ഈ അവസ്ഥ വരാതിരിക്കട്ടെ. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.